നമസ്കാരം. 50 വർഷങ്ങൾക്ക് ശേഷം ശനിയും ചന്ദ്രനും ഒരേ ശക്തിയിൽ നേർക്കുനേർ വരാൻ പോകുന്നു. 3 രാശിക്കാർക്കിനി നേട്ടങ്ങളുടെ പെരുമഴ തന്നെയായിരിക്കും. 2.5 വർഷമെടുത്ത് രാശി മാറുന്ന ഗ്രഹമാണ് ശനി. അതിനാൽ ശനിയുടെ മാറ്റങ്ങൾക്ക് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. ശനി രാശി മാറ്റത്തിനായി തയ്യാറെടുക്കുമ്പോൾ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചന്ദ്രഗ്രഹണം 2 ദിവസത്തിനുള്ളിൽ ആരംഭിച്ചിരിക്കുന്നു. ശനിയും ചന്ദ്രനും ഒരുപോലെ ശക്തിയിൽ നേർക്കുനേർ വന്ന് നിൽക്കാൻ പോവുകയാണ്. 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അപൂർവ സംഗമം നടക്കാൻ പോകുന്നത്. ഈ അവസരത്തിൽ ശശരാജയോഗം രൂപപ്പെടുന്നു. കൂടാതെ കർമ്മത്തിന്റെ ദേവനായ ശനിയും സൗഭാഗ്യങ്ങളുടെ ദേവനായ ചന്ദ്രനും നേർക്കുനേർ വന്നു നിൽക്കുമ്പോൾ ചില രാശിക്കാരിൽ നിന്നും മുൻജന്മ പാപങ്ങൾ തീരുന്നു. ജീവിതത്തിൽ ഐശ്വര്യം പടികടന്ന് എത്തുമെന്നാണ് ഈ രാശിക്കാരിൽ പറഞ്ഞിട്ടുള്ളത്. ഇവർ ആരൊക്കെയാണെന്ന് നോക്കൂ. മിഥുനം. ഈ രാശിയുടെ 9ാം ഭാവത്തിൽ ശനി സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ജ്യോതിഷത്തിൽ ഒരു ഗ്രഹം ഒരു രാശിയുടെ 9ാം ഭാവത്തിൽ വരുന്നത് അവരിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവം, ധർമ്മം, ഉന്നമനം, വിദ്യാഭ്യാസം, ആത്മീയത, യാത്രകൾ, പിതാവ്, ഗുരുക്കന്മാർ എന്നിവയുമായി 9ാം ഭാവം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ 9ാം ഭാവത്തിൽ ശനി സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നതിനാൽ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതാണ്. ഭാഗ്യവും വിജയവും കൈവരിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ദീർഘദൂര യാത്രകൾ ചെയ്യാനും വിദേശ യാത്രകൾ ചെയ്യാനും ഈ രാശിക്കാരിൽ യോഗം തെളിയുന്നതാണ്. അടുത്തത് കുംഭം രാശി. ഈ രാശിയുടെ 8ാം ഭാവത്തിലാണ് ചന്ദ്രഗ്രഹണം നടക്കാൻ പോകുന്നത്. ആയുർഭാവം എന്നാണ് 8ാം ഭാവം അറിയപ്പെടുന്നത്. പെട്ടെന്നുള്ള മാറ്റങ്ങൾ, രഹസ്യങ്ങൾ, മരണാനന്തര ജീവിതം, പാരമ്പര്യം, നിഗൂഢ വിദ്യകൾ, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രൻ 8ാം ഭാവത്തിൽ നിലനിൽക്കുന്നതിനാൽ കുംഭം രാശിക്കാരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നതാണ്. ആയുസ് വർദ്ധിക്കുന്നു. പല രഹസ്യങ്ങളും അറിയാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. പാരമ്പര്യ സ്വത്തിൽ നിന്നും അവകാശം ലഭിക്കുന്നു. മുൻപ് ചേർന്നിട്ടുള്ള ചിട്ടികൾ ലഭിക്കുന്നതാണ്. സ്റ്റോക്കിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതാണ്. ധനലാഭം പല വഴിക്ക് ഈ രാശിക്കാരിൽ വന്നു ചേരുന്നു. അടുത്തത് ഇടവം രാശിയാണ്. ഇടവം രാശിയുടെ 5ാം ഭാവത്തിലാണ് ചന്ദ്രഗ്രഹണം നടക്കാൻ പോകുന്നത്. പുത്രഭാവം എന്നാണ് 5ാം ഭാവം അറിയപ്പെടുന്നത്. സന്താനങ്ങൾ, ബുദ്ധിശക്തി, വിദ്യാഭ്യാസം, പ്രണയം, സർഗാത്മക വിനോദം, ഊഹക്കച്ചവടം എന്നിവയെ ഈ ഭാവം സൂചിപ്പിക്കുന്നു. സന്താനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ മേഖലകളിൽ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് ഭാഗ്യം ഉണ്ടായിരിക്കുന്നതുമാണ്. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നു. കലാകായിക രംഗത്ത് ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. മാനസിക ഉല്ലാസം നടക്കുന്ന വിനോദങ്ങളിൽ ഏർപ്പെടാനും യോഗം ഉണ്ടാകുന്നു. പ്രണയ സാഫല്യം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്.